നമസ്കാരം, ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. 2026 ജൂൺ മാസം 2-ാം തീയതി പുലർച്ചെ 1:48 മിഥുനൻ രാശിയിൽ നിന്നും സർവേശ്വരകാരകനായ വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് സംക്രമിക്കുന്നു. വ്യാഴം ബലവാനായതിനാൽ ദോഷഫലങ്ങൾക്ക് കുറവും ഗുണഫലങ്ങൾക്ക് വർധനവും ഉണ്ടാകുന്നതായിരിക്കും. വ്യാഴം സന്താനകാരകനും ധനകാരകനുമാണ്. സ്വർണം, ധനസമ്പാദനം, ബന്ധുക്കൾ, ബുദ്ധി, ചൈതന്യം, ശരീരസുഖം, ശ്രേഷ്ഠത, കീർത്തി, ദൈവഭക്തി, ദയ, ദാമ്പത്യസുഖം, സാത്വികത, സദ്ഗതി, വിദ്യ, ബുദ്ധി, ഉത്തമ പ്രവൃത്തി, സുഖസൗഭാഗ്യാദികൾ എന്നിവയുടെയെല്ലാം കാരകത്വമാണ് വ്യാഴത്തിനുള്ളത്. ആയതിനാൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു ഉണർവും ഈ രാശിമാറ്റം വിവാഹം, ഭാഗ്യം, ആരോഗ്യം, സന്താനം, ജോലി, ബിസിനസ്സിലെ ഉയർച്ച, കുടുംബകാര്യങ്ങൾ, വ്യക്തിപരമായ പുരോഗതി എന്നിവയെ വളരെയധികം സ്വാധീനിക്കുന്നതായിരിക്കും. മകീരം 2-ാം പകുതി, തിരുവാതിര, പുണർദം 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ വ്യാഴമാറ്റ ഫലങ്ങൾ പരിശോധിക്കാം. മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്കോടൊപ്പം തന്നെ ഇനി പറയുവാൻ പോകുന്ന ഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്നതായിരിക്കും. മിഥുനക്കൂറുകാർക്ക് അനുകൂലമായ പല നേട്ടങ്ങളിലേക്കും ഈ രാശിമാറ്റം എത്തിക്കുന്നു. ഏതു കാര്യങ്ങളിൽ ഏർപ്പെട്ടാലും വിജയത്തിലേക്ക് എത്തുവാൻ വളരെയധികം സാധ്യതയുള്ളതിനാൽ ഈ രാശിമാറ്റത്തോടുകൂടി ഇനി വരുവാൻ പോകുന്ന ഒരു വർഷക്കാലം പ്രയോജനപ്പെടുത്തുക. ഈ കൂറുകാർക്ക് ഭാഗ്യാനുഭവങ്ങൾ വരുന്നതായിരിക്കും. ഒരു സുരക്ഷിതത്വ ബോധം അനുഭവത്തിൽ വരുന്നതായിരിക്കും. വ്യാഴം തൻ്റെ ഉച്ചരാശിയിലൂടെ ധനസ്ഥാനത്ത് കൂടി ചാരവശാൽ സഞ്ചരിക്കുന്നതിനാൽ വലിയ സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് അത് നിങ്ങളെ എത്തിക്കുന്നു. പുതിയ നേട്ടങ്ങൾ, ആത്മവിശ്വാസം, വിദേശയാത്ര, വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുവാൻ സാധ്യത, സന്തോഷവും സമൃദ്ധിയും ഈ രാശിമാറ്റം മിഥുനക്കൂറുകാർക്ക് കൊണ്ടുവരും. ധനസമ്പാദനത്തിന് പറ്റിയ അവസരമായതിനാൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും. കുടുംബാംഗങ്ങളിൽ നിന്നുള്ള സ്നേഹം വർദ്ധിക്കുകയും കുടുംബ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുകയും പരസ്പരം പരിപാലിക്കുകയും ചെയ്യും. പ്രണയകാര്യങ്ങളിൽ വിജയിക്കും. ദാമ്പത്യം ശോഭനീയമായിരിക്കും. ഇണയിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വളരെയധികം സാധ്യത കാണുന്നു. മറ്റുള്ളവർ നിങ്ങളുടെ സംസാരത്തിൽ ആകൃഷ്ടമാവുകയും ഉചിതമായ സംസാരത്തിലൂടെ ജീവിതത്തിൽ നല്ല നല്ല നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യും. കാരണം നിങ്ങളുടെ വാക്സ്ഥാനത്തു കൂടിയാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. ഔദ്യോഗികപരമായി സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചമായിരിക്കും. ശമ്പളം വർദ്ധിക്കുവാൻ സാധ്യതയേറെയാണ്. ജോലിസ്ഥലത്തു നിന്നും മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതായിരിക്കും. 6-ാമിടത്ത് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളതിനാൽ രോഗങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും. ശത്രുക്കളിന്മേൽ വിജയവും ശത്രുക്കൾ ശാന്തരാവുകയും ചെയ്യും. കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് കുറയുന്നതായിരിക്കും. മതപരവും ആത്മീയവുമായിട്ടുള്ള കാര്യങ്ങളിൽ താൽപ്പര്യം കാണിക്കുകയും ആത്മീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനുള്ള സാഹചര്യം വന്നു ചേരുന്നതുമായിരിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ സാധിക്കുന്നതായിരിക്കും. അതായത് ബിസിനസ് പോലുള്ളവ ചെയ്യുവാനുള്ള സാഹചര്യം വരുന്നതായിരിക്കും. ചർച്ചയിലൂടെ പല കാര്യങ്ങളും പരിഹരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. അർഹമായ കാര്യങ്ങൾ ചോദിച്ചു വാങ്ങുവാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ആരോഗ്യം മെച്ചപ്പെടും. ഈ വർഷക്കാലം സ്വർണ്ണാഭരണങ്ങളും മറ്റും വാങ്ങുവാൻ സാധിക്കുന്നതായിരിക്കും. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഇങ്ങനെ ജീവിതത്തിൽ ധനസമൃദ്ധിയും അഭിവൃദ്ധിയും ഐശ്വര്യവും മിഥുനക്കൂറുകാർക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.